യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 48-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, നഥനയേൽ അവനോട് എന്നെ എവിടെ വെച്ച് അറിയുമെന്ന് ചോദിച്ചതിന്, ഫിലിപ്പോസ് നിന്നെ വിളിക്കും മുമ്പേ നീ അത്തിയുടെ കീഴിൽ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് യേശു ഉത്തരം പറഞ്ഞു. ഞാൻ നിന്നെ കണ്ടു എന്ന് യേശു ഉത്തരം പറഞ്ഞു. പ്രിയ സഹോദരങ്ങളെ, മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, ദൈവം നമ്മെ കണ്ടിട്ടുണ്ടെങ്കിൽ, ഇഫ് ഗോഡ് ഹാസ് സീൻ us, നമുക്കേവർക്കും വളരെ സുപരിചിതനായ ഒരു വ്യക്തിയാണ് യോസഫ്. യോസഫിന്റെ ചരിത്രം നാം നോക്കുകയാണെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായം അതിന്റെ 40-ാം വാക്യത്തിൽ യോസഫിനെ കുറിച്ച് മിസ്രയീം അധിപതിയായ ഫറവോൻ ഇപ്രകാരമാണ് പറയുന്നത്, നീ എന്റെ ഗൃഹത്തിന് മേലാധികാരിയാകും, നിന്റെ വാക്ക് എന്റെ ജനമെല്ലാം അനുസരിച്ച് നടക്കും, സിംഹാസനം കൊണ്ട് മാത്രം ഞാൻ നിന്നേക്കാൾ വലിയവനായിരിക്കും എന്ന് പറഞ്ഞു. പ്രിയ സഹോദരങ്ങളെ, മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, യോസഫിന്റെ ജീവിതത്തിൽ നാം നോക്കുകയാണെങ്കിൽ ഒട്ടനവധി നിന്ദകൾ, പരിഹാസങ്ങൾ, അപമാനങ്ങൾ, കഷ്ടതകളെല്ലാം, പ്രലോഭനങ്ങളും പരീക്ഷണങ്ങളും എല്ലാം താൻ നേരിട്ടു. അത് ഓരോന്നും നാം നോക്കുകയാണെങ്കിൽ ഒന്നാമതായി തന്റെ സഹോദരന്മാരും തന്റെ പിതാവും തന്നോട് ചോദിച്ച ചോദ്യമായിരുന്നു, നീ ഞങ്ങളുടെ രാജാവാകുമോ? നീ ഞങ്ങളെ വാഴുമോ? ഞാനും നിന്റെ സഹോദരന്മാരും നിന്റെ മാതാവും നിന്നെ സാഷ്ടാംഗം വീണ് നമസ്കരിക്കുമോ എന്നുള്ള ചോദ്യം. രണ്ടാമതായി തന്റെ പിതാവ് സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിക്കാൻ വേണ്ടി തന്നെ സഹോദരന്മാരുടെ അടുക്കിലേക്ക് അയക്കുന്നു. ആ സമയത്ത് തന്റെ സഹോദരന്മാർ തന്നെ കണ്ട് തന്റെ വസ്ത്രം ഉരിഞ്ഞ് തന്നെ ഒരു പൊട്ടക്കിണറ്റിലിടുവാൻ ഇടയായിത്തീർന്നു. അതിനുശേഷം അതിൽ കടന്നു വന്ന ഒരു മിദ്യാന കച്ചവടക്കാർക്ക് അടിമയായി 20 വെള്ളിക്കാശ് വിൽപ്പാൻ ഇടയായിത്തീർന്നു. മൂന്നാമതായി പൊത്തിഫേറിന്റെ ഭവനത്തിൽ നിന്ന് പ്രലോഭനങ്ങളും പരീക്ഷണങ്ങളും കടന്നു വന്നു. നാലാമതായി താൻ ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ നിന്ദകൾ, പരിഹാസങ്ങൾ, അപമാനങ്ങൾ എല്ലാം താൻ അനുഭവിക്കേണ്ടി വന്നു. എന്നാൽ ഈ നിന്ദയുടെയും പരിഹാസത്തിന്റെയും അപമാനത്തിന്റെയും കഷ്ടതയുടെയും പ്രലോഭനത്തിന്റെയും പരീക്ഷണത്തിന്റെ മധ്യത്തിലൊന്നും യോസഫ് തകർന്നു പോയില്ല, ക്ഷീണിച്ചു പോയില്ല, പതറിപ്പോയില്ല. അതിന്റെ പുറകിലെ ഒറ്റ കാരണമെന്ന് പറയപ്പെടുന്നത്, ദൈവമാണ് ജോസഫിന് ദർശനം നൽകി തന്നതെങ്കിൽ, ദൈവമാണ് എനിക്ക് ദർശനം നൽകി തന്നതെങ്കിൽ അത് നിവർത്തിപ്പാൻ എന്റെ ദൈവം ശക്തനാണെന്നുള്ള ഉറപ്പ് യോസഫിന് ഉണ്ടായിരുന്നു. നമുക്കറിയാം, ഒരു കുശവനെ നാം നോക്കുകയാണെങ്കിൽ കുശവൻ ഒരു മൺപാത്രം എടുക്കുന്നത് അനേകർ ചവിട്ടി മെതിച്ച് അപമാനിച്ച ഒരു കളിമണ്ണാണ് ഈ കുശവൻ തന്റെ കയ്യിലെടുക്കുന്നത്. അത് അനേകർ നോക്കുമ്പോൾ അതൊരു നിന്ദാപാത്രമായിട്ടാണ് അനേകർ കാണുന്നത്. എന്നാൽ കുശവൻ ആ കളിമണ്ണിനെ കാണുന്നത് ഒരു മാനപാത്രമായിട്ടാണ്. ആ മാനപാത്രമാകുവാൻ വേണ്ടി കുശവൻ അനേക പ്രോസസ്സിലൂടെ ആ കളിമണ്ണിനെ കടത്തിവിടും. അങ്ങനെ അതൊരു മാനപാത്രമായി തീരും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, ദൈവം നമ്മെ കണ്ടിട്ടുണ്ടെങ്കിൽ, ഒരു അസാധാരണമായ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം നമ്മെ കണ്ടിട്ടുണ്ടെങ്കിൽ, ഒരു ഉന്നത പദവി ദൈവം നമ്മെ എത്തിച്ച് അതിലൂടെ ദൈവനാമഹത്വമാക്കുവാൻ വേണ്ടി ദൈവം നമ്മെ കണ്ടിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ നിന്ദകൾ, പരിഹാസങ്ങൾ, അപമാനങ്ങൾ, കഷ്ടതകൾ, പ്രലോഭനങ്ങൾ, പരീക്ഷണങ്ങൾ കടന്നു വരത്തില്ലെന്നല്ല. നിന്ദകൾ വരും, പരിഹാസം വരും, അപമാനം വരും, കഷ്ടതകൾ വരും, പ്രലോഭനങ്ങൾ കടന്നു വരും, പരീക്ഷണങ്ങൾ കടന്നു വരും. എന്നാൽ അതിന്റെ മധ്യത്തിലെല്ലാം ദൈവത്തിന്റെ വചനത്തിൽ നാം കാണുന്നത് പോലെ, മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ, ഞാൻ ജാതികളുടെ ഇടയിൽ ഉന്നതനാകും, ഞാൻ ഭൂമിയിൽ ഉന്നതനാകും, സൈന്യങ്ങളുടെ യഹോവ നമ്മോടുകൂടെ ഉണ്ട്, യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു എന്നുള്ള ദൈവത്തിന്റെ വചനവും, മകനെ ഞാൻ സ്വർഗത്തിലും നീ ഭൂമിയിലാകൊണ്ട് നിന്റെ വാക്ക് ചുരുക്കമായിരിക്കട്ടെ എന്നുള്ള ദൈവത്തിന്റെ വചനം മുറുകെ പിടിച്ച് മിണ്ടാതിരിപ്പാൻ തയ്യാറായി കഴിഞ്ഞാൽ ദൈവം കണ്ട നമ്മെ അതുപോലെ തന്നെ അനേകർ നിന്ദാപാത്രമാക്കി ചവിട്ടി മെതിച്ച് അപമാനിച്ച് നമ്മെ ഒരു മാനപാത്രമാക്കി തീർക്കുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയുമെന്ന് ഒരിക്കൽ ഞാൻ ഓർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു. സർവശക്തനാ ദൈവം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.